നമസ്തേ, എല്ലാവർക്കും ടീൻ വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച്, ഓതർ ആൻഡ് ഫൗണ്ടർ ഓഫ് സബ്റ്റൈറ്റിൽ ലൈഫ് സ്കിൽസ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. ടുഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പേരൻസിന് പ്രത്യേകിച്ച് ടീനേജേഴ്സിനും ഇത് വളരെയേറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതനുസരിച്ച് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കണം, അതനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഇതിനാണ് ഞങ്ങൾ പറയുന്നത് പോസിബിൾ ടീൻ അഡിക്ഷൻസ്. ഒത്തിരി കുട്ടികളിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു എന്താ പറയുക, വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ബിഹേവിയർ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പേരൻസിന് പലപ്പോഴും ഈ നാർക്കോട്ടിക്സ് അഡിക്ഷനെ പറ്റിയേ കൂടുതൽ അറിയത്തുള്ളൂ. ബാക്കി അഡിക്ഷൻസ് ഒന്നും അവർക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അഡിക്ഷൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെയും കൗൺസിലേഴ്സിനെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കണം. ഞാൻ അഡിക്ഷൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് നമ്മളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ അഡിക്ഷൻസിൽ ഡിപ്ലോമയുള്ള ആളാണ്. അതുപോലെ തന്നെ ഞാൻ കൂടുതലും ബിഹേവിയറൽ ഏരിയാസിലാണ് ഞാൻ എൻ്റെ ഒരു മാസ്റ്റേഴ്സ് ഇരിക്കുന്നത്, ബിഹേവിയർ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ആ ഒരു ഏരിയയിൽ. അപ്പം ഈ അഡിക്ഷൻസ് എല്ലാം ഏകദേശം അങ്ങനെയുള്ളൊരു ബിഹേവിയർ പാറ്റേണിൽ വരുന്ന ഒരു ഏരിയയുമാണ്. അപ്പോൾ ടീൻ അഡിക്ഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പേരൻസും കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ വൈ ഐ എം അഡിക്റ്റഡ് ടു സംതിങ്. കാരണം ഞാൻ ഒത്തിരി ഒബ്സസ്ഡ് ആണ് ആ ഒരു ആക്ടിവിറ്റിയിൽ. അതിലേക്ക് അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മൈൻഡും ബോഡിയും എന്നെ സമ്മതിക്കുന്നില്ല. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് മൈ കൺട്രോളാണ്. അതിലേക്ക് ഞാനിങ്ങനെ ആയിപ്പോകുന്നത്. എനിക്ക് ശരിക്കും കോൺഷ്യസ്ലി വേണമെന്നില്ല, പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അതിലേക്ക് വീണു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ അഡിക്ഷൻ്റെ ഒരു ബിഹേവിയറിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണേൽ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാകുകയുമില്ല. അപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നു, പക്ഷേ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ആ കാര്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു പല പ്രൊഡക്റ്റീവ് ഏരിയാസിനെയും അഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ അക്കാഡമിക് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെയുള്ള ഏരിയാസിലെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് ഈസ് കോസിങ് സം ഡാമേജ് ടു മൈ അതർ key areas of my life. അപ്പോൾ അങ്ങനെ വരുമ്പോൾ we say this is some addiction which is supposed to be removed from your life. അപ്പോൾ അതിനകത്ത് ചില അഡിക്ഷൻസിനെ ഞാൻ പറയാം. ഏകദേശം 10 അഡിക്ഷൻസോളം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന അഡിക്ഷൻസും ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന അഡിക്ഷൻസും ഞാൻ കുട്ടികളുടെ മുകളിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന അഡിക്ഷൻസുമാണത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഞാനിത് 1 by 1 ആയിട്ടാണ് ഓരോ എപ്പിസോഡിലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒത്തിരി സമയവും എടുക്കും, നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായി വരണമെന്നുമില്ല. ഒന്ന് നമുക്കറിയാം ഡ്രഗ്സ്, പിന്നെ ആൽക്കഹോൾ, ദെൻ സ്മോക്കിംഗ്, ദെൻ ഫ്രണ്ട്സ്, അഡിക്ഷനാണ് ഫ്രണ്ട്സ്, ദെൻ സെലിബ്രിറ്റീസ്, ഗെയിംസ് ആസ് അഡിക്ഷൻ, സ്പോർട്സ്, സെലിബ്രിറ്റി സ്പോർട്സ് അഡിക്ഷനായിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റീസിൻ്റെ കൂട്ടത്തിൽ സിനിമ, ഫാഷൻ എല്ലാം വരും കേട്ടോ. അതുപോലെ തന്നെ റിലീജിയസ് അഡിക്ഷൻ ഉണ്ട്, റിലീജിയസിലേക്ക് അങ്ങനെ ഭയങ്കര പോയിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട്, പോൺ അഡിക്ഷൻസ് ഉണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ ഇതിനകത്ത് പല റീസൺസാണ് ഒരു കുട്ടി ആ അഡിക്ഷനിലേക്ക് പോകുന്നത്. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യമാകാം. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ചില ബിഹേവിയറൽ ഇതായിരിക്കാം. ADHD ഉള്ള കുട്ടികൾ, ODD ഉള്ള കുട്ടികൾ, അതുപോലെ തന്നെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട്, അതുപോലെ ലൂസായിട്ടുള്ള വീട്. അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ്, വളരെ കൺട്രോളിങ് ആയിട്ടുള്ള പേരൻസ്, വളരെ ലൂസായിട്ടുള്ള പേരൻസ്. ദേ ജസ്റ്റ് ഡോണ്ട് ഗിവ് ദം എനി കൈൻഡ് ഓഫ് എ റെസ്ട്രിക്ഷൻ, എനി കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ. ദേ ആർ ലൂസ്. നീ നിൻ്റെ ലൈഫിൽ നീ എന്താ വേണ്ടതെന്ന് ചെയ്തു, നിൻ്റെ ഹാപ്പിനെസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നെഗ്ലക്റ്റഡ് പേരൻസ്, അതായത് I just give them money, whatever, I just don't want to take any headaches, let them live their life എന്നുള്ള രീതിയിൽ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ പല റീസൺസാണ് കുട്ടികൾ അഡിക്ഷൻസിലേക്ക് പോകാനായിട്ട്. പലപ്പോഴും അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകുന്നത്. ഇനി ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പറയുക, ഇൻസ്റ്റാഗ്രാം. ഇന്നത്തെ ടീൻസ് എല്ലാം മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ടൈമും ചിലവഴിക്കുക. അപ്പോൾ നമ്മളുടെ ഇതിനകത്തൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റാൻ നമുക്ക് പറ്റില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം നമുക്ക് ഈ സാധനം കയ്യിൽ വേണം. നമ്മൾ പഠിക്കുന്ന സമയത്തും എല്ലാം വേണം. അതിൻ്റെ ഓരോ ടിക് ടിക് മെസ്സേജ് വരുന്ന ആ ശബ്ദങ്ങളും നമുക്ക്
നമുക്ക് അലേർട്ടാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മഴ വരുന്ന വേഴാമ്പലിനെ പോലെ നമ്മളിങ്ങനെ ഇരിക്കും. എന്ത് മെസ്സേജ്, ഒരു മെസ്സേജ് വന്നു, ലെറ്റ് മീ സീ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യത്തിലായിരിക്കില്ല. മെസ്സേജ് വന്നു, ലെറ്റ് മീ ചെക്ക് അങ്ങനെ ആയിരിക്കും. ആ ഒരു രീതിയിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു അഡിക്ഷനാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, അത് നമ്മുടെ പഠിത്തത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയെ ബാധിക്കുന്നു. എന്നിട്ട് അവേഴ്സോളം ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയും ചാറ്റ് ചെയ്തും ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്ലഷറാകുന്ന, നമ്മുടെ ഈ മൈൻഡിന് വളരെ ഉന്മത്തത തരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ശരിക്കും ഒരു ഡ്രഗ്സൊക്കെ അടിക്കുന്ന പോലെ ആ ഒരു ഫീലിംഗാണ്, ഭയങ്കര ഹാപ്പി. പക്ഷെ അതിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡൗൺ, ഒരു സുഖമില്ല, ഒരു രസവുമില്ല, അങ്ങനെയുള്ള രീതി. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അങ്ങനെയുള്ള അവസ്ഥ. അപ്പം ഇത് സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് അഡിക്ഷൻ ഉള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എൻ്റെ ഓരോ പോസ്റ്റിനും എത്ര ലൈക്ക് കിട്ടി, അയ്യോ ഡിഡ് പീപ്പിൾ ലൈക്ക് ദാറ്റ്, ഓ മൈ ഗോഡ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. പിന്നെ അതിനെപ്പറ്റി ഭയങ്കര വറി, വൈ പീപ്പിൾ ആർ നോട്ട് ലൈക്കിങ് മൈ പോസ്റ്റ്, ഇസ് ഇറ്റ് ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് മീ, is this because they don't consider me as valuable, is it because I only have this many friends, oh my god I have some problem, why people are doing this. Okay, now ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസ് വന്നില്ലെങ്കിൽ, see look, he responded to her but he did not respond to me, she responded to her, she did not respond to me, oh my god there is some problem with me, or these people are not accepting me, these people are against me, oh there is something problem. സോ ഈ രീതിയിലുള്ള അൺനെസസറി ആയിട്ടുള്ള തിങ്കിങ്ങും വറീസും കയറി ഈ കുട്ടികളെ അങ്ങോട്ട് പിടിക്കും, ടീനേജേഴ്സിനെ അങ്ങോട്ട് പിടിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഈ പലരും ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഫേക്കായിട്ടാണ് പലരും അവരുടെ ഫോട്ടോസ്, ആരും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ ചുമ്മാ നമ്മളിങ്ങനെ വളരെ കാഷ്വലായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോസും ആരും ഇടാറില്ല. അങ്ങനെ തന്നെ ആണെങ്കിൽ അവർ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടുക, അല്ലെങ്കിൽ ഒന്നൊന്ന് നല്ല രീതിയിലായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസ് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ, എനിക്ക് ഭയങ്കര ഇതുകൊണ്ട്, എനിക്ക് അതുകൊണ്ട് മറ്റേതുണ്ട് മറിച്ചുകൊണ്ട് എന്നൊക്കെ രീതിയിൽ കാണിക്കാനും ഒക്കെ ആയിട്ടും എല്ലാം നമ്മൾ ഫേക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടും. കാരണം അത് പലരും ഒരു ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ വിചാരം അതാണ് ജീവിതം. ആ രീതിയിലേക്ക് നമ്മൾ എടുത്തിട്ട് കണ്ടില്ലേ, എല്ലാവരും അങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, എനിക്ക് മാത്രമില്ല, എൻ്റെ ലൈഫ് മാത്രമാണ് ഏറ്റവും മോശമായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. ഇത് ടീനേജേഴ്സിന് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഉണ്ട്. ചിലർ ഈ ലവേഴ്സായിട്ടുള്ളവർ, അവരുടെ കണ്ടില്ലേ, അവർ രണ്ടുപേരും എത്ര നന്നായിട്ടാണ് പോകുന്നത്. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും, മറ്റവർ കണ്ടില്ല അവരങ്ങനെ ചെയ്യുന്നത്, ഇവർ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വുഡ് ബി, അല്ലെങ്കിൽ അങ്ങനെ അവർ മാത്രം ഇങ്ങനെയൊന്നും അല്ല, മേ ബി എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ വളരെ മോശമായി പോയി, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ജീവിതം കിട്ടുന്നു. ഈ രീതിയിലുള്ള ചിന്തകൾ ഹസ്ബൻഡിനും വൈഫിനും അങ്ങനെ വരാം. അവർ ചിന്തിക്കുമ്പോൾ അയ്യോ പുറത്തുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നു, ഞങ്ങളുടെ ജീവിതം മാത്രം എന്താ ഇത്ര പെയിൻഫുൾ എന്നുള്ള രീതിയിൽ. അപ്പം ഈ രീതിയിൽ അതിലേക്ക് വരുന്ന അഡിക്ഷൻസ് എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന അഡിക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടെത്തിക്കുക വലിയൊരു വിപത്തിലേക്കായിരിക്കും. മേ ബി യു ഗെറ്റ് ഇൻ ടു ഡിപ്രഷൻ, മേ ബി യു ഗെറ്റ് ഇൻ ടു ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് അൺനെസസറി ആക്ടിവിറ്റീസ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പക്ഷേ നിങ്ങളുടെ എനർജി എല്ലാം വേസ്റ്റായി പോകുന്ന ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എക്സൈറ്റഡ് ആകുമ്പോൾ അതിൽ നിന്ന് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് യു ആർ ഗെറ്റിംഗ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ആ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണ്, ഇറ്റ് ഈസ് ഫൈൻ. വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഈസ് യൂസിങ്, ഇറ്റ്സ് ഫൈൻ. ലിമിറ്റഡ് ടൈം യു ആർ യൂസിങ്, ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് ഓൾ ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ്. ബട്ട് അഡിക്ഷൻസിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഫോർ യു. അപ്പോൾ നിങ്ങളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ വാട്സപ്പ്, ഇതെല്ലാം നല്ല പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്തുമാത്രം ഇതിനെ യൂസ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് നിങ്ങളതിൽ ചിലവഴിക്കുന്നത്? അതിനകത്തൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെപ്രാളമുണ്ടോ അത് നോക്കാനായിട്ട്? ഓ മൈ ഗാഡ്, അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഇതൊക്കെ, അയ്യോ ഐ ഡിഡ് നോട്ട് ചെക്ക് മൈ അക്കൗണ്ട്, അയ്യോ വേർ ഇസ് ഇറ്റ്, അയ്യോ ഒത്തിരി സമയമായി എന്നുള്ളൊരു ഫീലിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അഡിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പെർഫോമൻസിന്, നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിന്, നിങ്ങളുടെ പേരൻസും സിബ്ലിങ്സും എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അഡിക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. അഡിക്ഷൻസ് മാറുക എന്ന് പറയുന്നത് വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്.
തിങ്ക് അബൌട്ട് ഒരു ഹാബിറ്റ് മാറ്റാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് നമ്മൾ മാറ്റുമ്പോഴത്തേനും അപ്പം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ അഡിക്ഷൻസിലേക്ക് കയറാതിരിക്കാൻ ശ്രമിക്കുക. അഡിക്ഷൻസിലേക്ക് കയറിയെന്ന് തോന്നിയാൽ തന്നെ എത്രയും പെട്ടെന്ന് അതൊന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പുറത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വൺസ് എ പേഴ്സൺ ഫോൾസ് ഇൻ ടു അഡിക്ഷൻ, ഇനി രണ്ട് രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. അത് ബയോളജിക്കലി ബാധിക്കുന്ന അഡിക്ഷൻസ്, മെൻ്റലി ബാധിക്കുന്ന അഡിക്ഷൻസ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫിസിക്കലി നമുക്ക് കിട്ടുന്ന അഡിക്ഷൻസും മെൻ്റലി കിട്ടുന്ന അഡിക്ഷൻസും രണ്ടും ഒരുപോലെ നമ്മളിൽ വർക്ക് ചെയ്യും. അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതാണ് പ്രൈമറി. അതായത് ഈ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി അഡിക്ഷൻസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക, ഗെയിം അഡിക്ഷൻസ്, അതായത് ഈ സൈബർ ബേസ്ഡ് ആയിട്ടുള്ള പോൺ അഡിക്ഷൻസ് ഒക്കെ ഫസ്റ്റ് മൈൻഡിനെയാണ് ബാധിക്കുന്നത്. ഫസ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു മൈൻഡ് ആൻഡ് ദെൻ ടു ദ ബോഡി. ആ അഡിക്ഷൻസ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അഡിക്ഷൻസ്. ആൽക്കഹോളിനും ഡ്രഗ്സും ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഫിസിക്കലി ട്രീറ്റ്മെൻറ്റ് കൊടുത്താണെങ്കിലും നമുക്ക് കുറേയൊക്കെ കൺട്രോളിൽ കൊണ്ടുവന്ന് പിന്നെ കയറി വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ റിലാപ്സസ് ഇല്ലാതെ നോക്കിയൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് തെറാപ്പിയിലൂടെ തന്നെ പുറത്തു വരാനേ പറ്റത്തുള്ളൂ. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം. പക്ഷെ നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരുടെ അടുത്താണ് പോകുന്നത്, എങ്ങനെയുള്ള വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ ആ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കണം ഏറ്റവും നന്നായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറൽ ഏരിയാസിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്ത് മാത്രമേ പോകാവൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസോ തെറാപ്പീസോ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വൈസ് ആയിട്ടുള്ള നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെ തിരഞ്ഞെടുക്കുക. അതനുസരിച്ച് ഈ ഏരിയയിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്തെടുത്തിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ നോക്കുക. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.